സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ പുതുതായിട്ട് കിട്ടുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. GST അല്ലെങ്കിൽ ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. സുവർണ വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം തേൻ, തോട്ടവിളകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുവർണ വിപ്ലവം. ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത് ആര്? നോവലിന്റെ പേര് ഇന്ദുലേഖ. രചിച്ചത് O ചന്തുമേനോനാണ് ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത്. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് എൻ്റെ കഥ. ഇത് ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യ മാധവിക്കുട്ടി. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 24. അഴിമതി തടയുന്നതിനായി കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച സംവിധാനം ഏത്? അഴിമതി തടയുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച സംവിധാനമാണ് ലോകായുക്ത. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 1998 കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മലപ്പുറത്താണ്
കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? കുടുംബശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവുമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം. കുടുംബശ്രീ പദ്ധതിയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നത് ഏത് പദ്ധതിയുടെ ആപ്തവാക്യമാണ്? കുടുംബശ്രീ പദ്ധതിയുടെ ആപ്തവാക്യമാണ്. നിയമമായ വർഷം. തൊഴിലുറപ്പ് പദ്ധതി നിയമമായ വർഷം 2005 തൊഴിലുറപ്പ് പദ്ധതി നിയമമായത് ഏത് വർഷമാണ്? 2005. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏത്? സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളമാണ്. കണ്ണൂർ ജില്ലയിലെ ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആറളം. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് കമന്റ് ചെയ്യുക. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. ആനമുടി. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി. കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി എറണാകുളമാണ്. എറണാകുളം. ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3ലാണ്. ഭാഗം 3, പാർട്ട് 3. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരമാര്? വിജയ് അമൃത്രാജ്. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം വിജയ് അമൃത്രാജ്.
2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ്. ISROയുടെ അന്വേഷ EOS N1 ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം. ISROയുടെ അന്വേഷ എന്ന EOS N1 ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C-62 ആണ്. PSLV C-62. ISROയുടെ അന്വേഷ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C-62. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫെഡറൽ കോടതി സ്ഥാപിതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫെഡറൽ കോടതി സ്ഥാപിതമായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫെഡറൽ കോടതി സ്ഥാപിതമായത്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. പക്ഷികളിലെ ശബ്ദ ഉൽപാദന അവയവം. പക്ഷികളിലെ ശബ്ദ ഉൽപാദന അവയവം സിറിങ്സ്. പക്ഷികളിലെ ശബ്ദ ഉൽപാദന അവയവമാണ് സിറിങ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്. ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വൂളാർ തടാകം. സുവർണ ചതുർഭുജ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ ചതുർഭുജ പദ്ധതി ദേശീയപാത വികസനം. സുവർണ ചതുർഭുജ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയപാത വികസനം. കഥകളിയിലെ സ്വർണ്ണ നിറത്തിലുള്ള വേഷമേത്? കഥകളിയിലെ സ്വർണ്ണ നിറത്തിലുള്ള വേഷമാണ് മിനുക്ക്. കഥകളിയിലെ സ്വർണ്ണ നിറത്തിലുള്ള വേഷമാണ് മിനുക്ക്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് എന്ന്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് 1936 നവംബർ 12-നാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. സെറികൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. സെറികൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ പുഴു വളർത്തൽ. സെറികൾച്ചർ. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്: അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഒളിമ്പിക്സ് പതാകയിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? ഒളിമ്പിക്സ് പതാകയിലെ വളയങ്ങളുടെ എണ്ണം 5 ആണ്. ഒളിമ്പിക്സ് പതാകയിലെ വളയങ്ങളുടെ എണ്ണം 5. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആരുടെ ആത്മകഥയാണ്? ഗാന്ധിജിയുടെ ആത്മകഥയാണ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നത്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ. റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റ്.
ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ. ഹെൻറി ഡ്യൂനന്റ്. ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 11 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏത്? പനാമ കനാലാണ്. പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയുമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആസാം. വായുവിന്റെ ഈർപ്പം അളക്കുന്ന ഉപകരണം. വായുവിന്റെ ഈർപ്പം അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. വായുവിന്റെ ഈർപ്പം അളക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2013. 2013 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് മലയാളം. തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ തീരപ്രദേശം കൊറമാണ്ടൽ തീരം. തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് കൊറമാണ്ടൽ തീരം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലുത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്ന സ്ഥലം നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ്? ആദിത്യ. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹമാണ് ഓസ്മിയം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം ഏതാണ്? ഓസ്മിയം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം കൂടിയാട്ടം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. കഥകളിയിലെ വേഷങ്ങൾ എത്ര പ്രകാരമുണ്ട്? കഥകളിയിലെ വേഷങ്ങൾ 5 എണ്ണമാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 വേഷങ്ങളാണ് ഉള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയിലെ വേഷങ്ങൾ 5. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിന്റെ അമ്മ കല്യാണിക്കുട്ടി അമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള കലാമണ്ഡലം ചെറുതുരുത്തിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ.
തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ 21A ആണ്. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ക്ലോറിൻ ആണ്. വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ക്ലോറിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ്. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ബെന്യാമിൻ. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ബെന്യാമിൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1928. സിന്ധു നദീതട സംസ്കാരത്തിലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം. സിന്ധു നദീതട സംസ്കാരത്തിലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം മോഹൻജോദാരോയാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? മോഹൻജോദാരോ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരു. വൈറ്റ് റെവല്യൂഷൻ ശ്വേത വിപ്ലവം എന്തിൻ്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ശ്വേത വിപ്ലവം എന്തിൻ്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാൽ ഉൽപാദനം. ഇസ്രായേലിൻ്റെ പാർലമെന്റ് അറിയപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് നെസറ്റ് എന്നാണ്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് നെസറ്റ്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് ആണ് നെസറ്റ്. അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ്? അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് ഏത്? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂർ പേപ്പർ മിൽസ് ആണ്. പുനലൂർ പേപ്പർ മിൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണ്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.